അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് രണ്ട് കാരണങ്ങൾ ഒന്ന് നിരത്താൻ വേണ്ടിയാണ്. ചില സംശയങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ട്. ഞാനൊരു മമ്മൂട്ടി വിരോധിയാണോ എന്നുള്ള സംശയം പലരും ഉന്നയിച്ചതായിട്ട് കണ്ടു. ഞാൻ ഒരിക്കലും ഒരിടത്ത് വെച്ച് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെപ്പറ്റി അനാവശ്യമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെക്കാട്ടിലും അല്പം കൂടുതൽ ഇഷ്ടം മോഹൻലാലാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും യൂട്യൂബ് നടത്തുന്നവരെല്ലാം ഏതെങ്കിലും ഇഷ്ടങ്ങൾ ഉള്ളവരാകാം. അതുകൊണ്ട് മോഹൻലാലിൻ്റെ പടം മാത്രം നല്ലതാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. മോഹൻലാലിൻ്റെ മോശപ്പെട്ട പടങ്ങളെപ്പറ്റി നമ്മൾ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ മാറ്റി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ സിനിമകൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് പറയും. ഇപ്പം ബസൂക്ക എന്ന് പറയുന്ന ചിത്രം എനിക്കിഷ്ടപ്പെട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് വന്നേക്കുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് വല്ലാത്ത കമൻറ്റുകളാണ്. ആ നടനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാകാം. പക്ഷേ അനാവശ്യമായിട്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്. എന്നിട്ട് എൻ്റെ ചാനലിൻ്റെ കീഴിൽ വന്ന് എന്നെ അനാവശ്യമായിട്ട് വീട്ടിലുള്ളവരെയൊക്കെ സാമാന്യം നന്നായി ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയത് നമുക്ക് ചാനലിനോട്ടിൽ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. അത് ഏതെങ്കിലും രീതി മമ്മൂട്ടി അനുകൂലികൾക്ക് വളരെ മാന്യമായിട്ട് എൻ്റെ അഭിപ്രായങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പലരും അഭിപ്രായം പറയുന്നുണ്ട്. അവർ മാന്യമായിട്ട് രീതിയിൽ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആരോടും അനാവശ്യമായിട്ട് സംസാരിച്ചിട്ടില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ എത്രയോ ചിത്രങ്ങൾ നമ്മളെ കോർമയിൽ കൊള്ളിച്ചിട്ടുണ്ടെന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുകയും ഇവരൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കും ഇതുപോലെ മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറയുന്നത്. ഈ വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ മോഹൻലാൽ തന്നെ ഒരു സീന് പറയുന്നുണ്ട്, ഇവിടെ നമുക്ക് ഈ റാവുത്തറും ഇരുമ്പി ജോണും ഇവരെല്ലാവരും തന്നെ വേണം എന്നൊരു ഡയലോഗുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമ ഞാൻ കാണുന്ന അന്ന് മുതൽ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും ഞാൻ കാണുന്ന അന്ന് മുതൽ അന്ന് പ്രേമ നസീറും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു ഓർമ്മ വന്ന മുതൽ മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയൊക്കെ കാലം കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ യുവാക്കളായിരുന്നപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും തന്നെയായിരുന്നു നമ്മുടെ ഹീറോസ്. അപ്പോൾ അവരൊക്കെ തന്നെ മലയാള സിനിമയിൽ ഉള്ള കാലം തന്നെ വേണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മമ്മൂട്ടി അങ്ങ് ഒതുക്കി കളയാമെന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. പക്ഷേ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് പറയും. അത് ഏതായാലും അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം പലരും ഞാൻ ഇതിനകത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, പല ചാനലുകളും ഇപ്പം എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ ലാലേട്ടൻ്റെ എത്രയോ ചിത്രങ്ങൾ മലയാള സിനിമയിൽ പൊട്ടി പാളീഷായി പോയിട്ടുണ്ട്. മോൺസ്റ്റർ, അതുപോലെ എലോണ് എന്ന് വേണ്ട ഒത്തിരി ചിത്രങ്ങൾ മോഹൻലാലിൻ്റേതായ ഒത്തിരി ചിത്രങ്ങൾ. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഇങ്ങനൊരു പരാജയം നേരിട്ടൊരു മലയാള നടനില്ല എന്ന്. പക്ഷേ അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ മലയാള സിനിമയെ ഇല്ലാതായി എന്ന് പലരും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്തൊക്കെ അനാവശ്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ അറബിക് മരയ്ക്കാറെന്ന് പറഞ്ഞ് പടം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പായസം വെച്ച് വിതരണം ചെയ്തവരുണ്ട്. അതൊരു പ്രമുഖ നടൻ്റെ ആരാധകർ തന്നെ. അപ്പം മോഹൻലാലിനെ സ്നേഹിക്കുന്നവരുടെയൊക്കെ മനസ്സിൽ അന്നൊരു വിങ്ങലുണ്ട്. ഇപ്പം മമ്മൂട്ടിയുടെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലൊരു വിങ്ങലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു വിങ്ങൽ മോഹൻലാലിനെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ടുള്ള തിയേറ്ററിൽ വന്നേക്കുന്ന ചിത്രങ്ങളെല്ലാം എടുത്ത് മോഹൻലാൽ പാടെ പരാജയമാണ്. മോഹൻലാലിൻ്റെ മുഖത്ത് പാവം വിജയത്തില്ല. മോഹൻലാൽ താടി വടിക്കാത്തത് തന്നെ വലിയൊരു പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് പലരും സോഷ്യൽ മീഡിയ ഇട്ട് അമ്മാനമാടിക്കൊണ്ടിരുന്നു. അന്ന് നമ്മളുടെ മനസ്സിൽ അതൊരു തിങ്ങളുണ്ടായിരുന്നു. കാരണം ലാലേട്ടനെ എന്ന് പറയുന്ന നടനെ നമുക്ക് ഇഷ്ടമാണ്. അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ അനാവശ്യം പറയുമ്പോൾ ഏത് വിവാദം എടുത്താലും മോഹൻലാലിൻ്റെ പേര് വലിച്ചിരിക്കാത്ത ഒറ്റ വിവാദം പോലും ഇല്ല. ഏത് പ്രശ്നം വന്നാലും വയനാട് ദുരന്തം വന്നപ്പോഴും ഹേമ കമ്മിറ്റി വന്നപ്പോഴും എന്നാൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രമേ നടക്കുന്നുള്ളൂ. അത് തെളിയിക്കാൻ പോലും നടക്കുന്നില്ല എന്ന്. അത് മോഹൻലാലിനെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ ഒരു വേദനയാണ്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ പരാജയപ്പെടുന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നത്. അപ്പം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം എമ്പുരാനും ഈ കോവിഡ് സമയത്ത് OTT എന്ന് പറയുന്ന
അതിനകത്ത് ഇറക്കാൻ വേണ്ടിയാണ് മിക്കവാറും ചിത്രങ്ങൾ ടൊട്ടുമാന്, ദൃശ്യം, ബ്രോഡാഡി, എലോണ്, മോട്ടർ എന്നീ ചിത്രങ്ങളെല്ലാം ഈ കോവിഡ് സമയത്ത് തൊഴിൽ നഷ്ടപ്പെട്ട അവരെ സംരക്ഷിക്കാൻ വേണ്ടി ലാലേട്ടൻ തുടങ്ങി വെച്ചൊരു രീതിയാണ്. അപ്പോൾ അതിനുശേഷം കോവിഡ് വന്നു, തിയേറ്റർ സജീവമായി കഴിഞ്ഞപ്പോൾ ഈ ചില ചിത്രങ്ങളൊക്കെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കേണ്ടി വന്നു. അത് OTT റിലീസിന് വേണ്ടി വെച്ചിരുന്ന സാധനങ്ങൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായി. അപ്പം അതുപോലെ ദൃശ്യം, ബ്രോഡാഡി, ടൊട്ടുമാന് എന്നീ ചിത്രങ്ങൾ OTT വൻ ഹിറ്റായി. അത് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഇറങ്ങിയാലും വൻ ഹിറ്റായി മാറും. അതൊന്നും ആരും കാണാൻ ശ്രമിച്ചില്ല. തിയേറ്ററിൽ വന്നേക്കുന്ന ഈ ചിത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ലാലേട്ടൻ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും. അതുപോലെ നേരെ എന്ന ചിത്രം, സാധാരണ ഒരു ചിത്രം 86 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയ ചിത്രമാണ്. അപ്പോൾ അതൊന്നും ആരെ കാണാൻ ശ്രമിച്ചില്ല. ബെറോഫിൻ്റെ പരാജയം, ഈ മരക്കാരൻ്റെ പരാജയം, ഇതൊക്കെയാണ് പലരും കണ്ടുകൊണ്ട് ലാലേട്ടനെതിരെ നീങ്ങി. വാലിബൻ. പക്ഷേ ഇതിലൊക്കെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ചിത്രങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോഴും വലിയ വലിയ രീതിയിലുള്ള ഇടിവ് നിർമ്മാതാക്കൾക്കുണ്ടായില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആരും വിശ്വസിക്കാൻ തയ്യാറല്ല. വാലിബൻ്റെ നിർമ്മാതാവായിരുന്നു ഷിബു ബേബി ജോൺ. ഷിബു ബേബി ജോൺ വന്നിട്ട് പറഞ്ഞു ലാഭം നേടിച്ചെന്ന ചിത്രമാണ് വാലിബൻ എന്നാവുന്നത്. അത് പക്ഷേ ആരും വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം മോഹൻലാലിൻ്റെ ചിത്രം പരാജയപ്പെട്ടു എന്ന് നിർമ്മാതാവ് പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് വിശ്വാസമല്ല. കാശ് മുടക്കുന്നവനല്ലേ ഇത് പറയണ്ടേ. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത മോഹൻലാലിൻ്റെ ചിത്രമാണ് നീരാളി. അതിൻ്റെ നിർമ്മാതാവ് ഈയിടെ എന്ന് പറയുന്നത് കേട്ടു, എനിക്ക് നീരാളിയിൽ നിന്ന് നഷ്ടമുണ്ടായ 2 ലക്ഷം രൂപയും കണ്ടു. ഇതൊക്കെ നമ്മൾ അത്ഭുതം. അപ്പം ലാലേട്ടനെ സംബന്ധിച്ച് എന്നും കുന്നും ഒരു ഗ്യാരണ്ടി ഉള്ള നടൻ തന്നെ. അദ്ദേഹത്തിന് എനിക്ക് ഇപ്പം പലരും പറയുന്നുണ്ട് എമ്പുരാന് എന്നെ പറ്റി പറയുന്നത്. 150 കോടി 200 കോടി മുടക്കി എമ്പുരാൻ 250 നേടിയുള്ളൂ. അതുകൊണ്ട് പരാജയത്തരം. ഏതെങ്കിലും മലയാള സിനിമയിലെ ഒരു നടന് 50 കോടിക്ക് മുകളിൽ മുടക്കി ഒരു ചിത്രം നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം മുടക്കുമുതൽ തിരിച്ചു പിടിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും അവരെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ലാലേട്ടനെ സംബന്ധിച്ച് ഇപ്പോഴും 100, 150, 200 കോടി മുടക്കി നിർമ്മിക്കാനും അത് തിരിച്ചു പിടിക്കാനും പ്രതീക്ഷയുള്ള ഏക നടൻ മോഹൻലാൽ. എന്നിട്ട് അദ്ദേഹത്തെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ 10 കോടിയോ 20 കോടിയോ മുടക്കിയതിന് ശേഷം അത് തന്നെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല പലർക്കും. എന്നിട്ട് 100 കോടിയും 150 കോടിയൊക്കെ മുടക്കിയ ചിത്രങ്ങൾ അതിൻ്റെ ഇരട്ടി തിരിച്ചു പിടിക്കുമ്പോഴും പറയുന്നത് അത് പൊട്ടിപ്പോയി. അപ്പോൾ അത് സ്ഥിരം ഒരു ഇതാണ്. അതുപോലെ ചില യൂട്യൂബ് ചാനലുകളുണ്ട്, മമ്മൂട്ടിക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന ചില യൂട്യൂബ് ചാനലുകൾ. ബെഫുക്കയുടെ നിർമ്മാണ ചെലവ് ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര ഹൈപ്പിലൊക്കെ വന്നു. 50 കോടി മുടക്കി നിർമ്മിക്കുന്ന ചിത്രമാണെന്നൊക്കെ ഭയങ്കര ഹൈപ്പ് കൊടുത്തു. ഇവർ തന്നെ ഹൈപ്പ് കൊടുക്കുന്നത്. അതിനുശേഷം ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഫാൻ പേജുകളിലൊക്കെ വന്നു 50-30 കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയും. അപ്പോൾ അത് ഹൈപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം ചിത്രം വലിയ രീതിയിൽ കളക്ഷൻ നേടില്ല എന്ന് കണ്ടപ്പോഴത്തേന് അത് 8 കോടിയും 10 കോടിയുമായിട്ട് കുറഞ്ഞു. അപ്പം കൃത്യമായിട്ട് ഇന്നലെ മമ്മൂട്ടിയുടെ പറ്റി പറയുന്ന ഒരു ചാനൽ പറയുന്ന കേട്ട് 20 കോടിയേ ഉള്ളൂ ഇതിൻ്റെ മുടക്കുന്നത്. 20 കോടിയായാലും തിരിച്ചു പിടിക്കുക വളരെ കഷ്ടമായൊരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും ഷെയർ കളക്ഷൻ നേടിയേക്കും കേരള ഷെയറായിട്ട് വന്നേക്കുന്ന കയറും 5 കോടി മാത്രമാണ്. അപ്പോൾ അത് പരാജയത്തിലേക്ക് പോകുന്നു എന്ന് കണക്കുകൾ ഉദ്ധരിച്ച് നമ്മൾ പറയുന്നത്. ഇത് ആരും സമ്മതിക്കാൻ തയ്യാറല്ല. എല്ലാം നമ്മൾ കണക്കുകൾ ഉദ്ധരിച്ചേ പറയത്തുള്ളൂ. സമ്മതിക്കാൻ തയ്യാറല്ല. നമ്മളൊരു മമ്മൂട്ടി വിരുദ്ധനായി, നമ്മൾ ഒന്നും കൊള്ളരുതാത്തവനായി, നമ്മളൊരു മമ്മൂട്ടിയെ പറ്റി ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മമ്മൂട്ടി വിരോധിയും മോഹൻലാൽ അനുകൂലിയുമായി മാറുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ബഫുക്കയുടെ ബഡ്ജറ്റ് പരുതുമ്പം എനിക്ക് മനസ്സിലായത് 28 കോടിക്ക് മുകളിൽ ഇത് ബഡ്ജറ്റുള്ള ചിത്രം. 28 കോടി ആയുള്ളൂ എന്ന് പറയുമ്പോൾ മമ്മൂട്ടി വളരെ കുറച്ച് പ്രതിഫലം മേടിക്കുന്ന ഒരു നടനാണ് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ 28 കോടി ആയാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഈ കണക്കിന് പോയി ഒരു 25-30 കോടിക്ക് അടുത്തെങ്കിലും സമ്പാദിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അതുപോലെ വർഷം താഴ്ന്നുകൊണ്ടിരിക്കുക. നമ്മളത് തന്നെ പറഞ്ഞു, ഒരു ചിത്രം ഇറങ്ങിയതിന് ശേഷം പടിപടിയായിട്ട് ആ ചിത്രത്തിൻ്റെ കളക്ഷൻ കുറയുകയാണെങ്കിൽ ആ ചിത്രം പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആദ്യ ദിനം ബഫൂക്ക തന്നെയായിരുന്നു
3 കോടി 20 ലക്ഷം നേടി മുന്നിൽ നിന്നത്. പക്ഷെ അത് നമുക്കങ്ങോട്ട്, നമ്മൾ സിനിമയെ നോക്കി കാണുന്ന വ്യക്തി എന്ന നിലയിൽ നമുക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പടിപടിയായിട്ടുള്ള തകർച്ചയായിരുന്നു ഇതിനെ കണ്ടത്. പക്ഷേ മരണമാഫും ആലപ്പി ജിങ്കാനയൊക്കെ ചിത്രം പടിപടിയായിട്ട് കയറ്റമാണ് കണ്ടത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞപ്പം ഈ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർക്കല്ല അത് ദഹിക്കാതെ വന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മരണമാഫിന് താഴെ മമ്മൂട്ടിയുടെ ചിത്രം മാറുമെന്ന് പറഞ്ഞപ്പോൾ പലരും തന്നെ പരിഹസിച്ചു. നീ എന്തോ കാണിക്കുന്നത്, നീ എന്താ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും മറുപടി. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? ടിക്കറ്റ് പോലും വിൽക്കാത്ത അവസ്ഥ, തിയേറ്ററിൽ നിന്ന് ചിത്രം മാറ്റുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അല്ലാതെ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചല്ല പരാജയം നേരിട്ട്, ആ സിനിമയെ സംബന്ധിച്ചാണ് പരാജയം നേരിട്ട്. അതിൻ്റെ അവതരണത്തിൽ വന്ന വീഴ്ച, അതുപോലെ തിരക്കഥയിൽ വന്ന വീഴ്ചകളൊക്കെയാണ് ഇതിനെ സംഭവിച്ചത്. അല്ലാതെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ആകെ അങ്ങ് പരാജയപ്പെട്ടു എന്ന് ഞാൻ വിലയിരുത്തുന്നതേ ഇല്ല. അതുപോലെ ഈ ബഫൂക്ക എന്ന് പറയുന്ന ചിത്രം ഞാൻ കണ്ടുകൊണ്ടിരുമ്പോൾ എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ സ്ക്രീനിൽ കാണാൻ പറ്റി. അത് മാത്രമേ ഉള്ളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് അത് മാത്രമേ ഉള്ളായിരുന്നു ഈ ചിത്രത്തിൻ്റേതായി പറയാനുള്ളത്. ഇടയ്ക്കിടയ്ക്ക് മമ്മൂട്ടിയുടേതായ നല്ല ചില മുഹൂർത്തങ്ങൾ, ഇത് മാത്രമേ ഉള്ള ചിത്രത്തിന് പറയാനുള്ളത്. അതുപോലെ ഇതിൻ്റെ BGM, ഇതൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞു. പക്ഷേ പലപ്പോഴും ഒരു നവാഗത സംവിധായകനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലുള്ള സംവിധാന മികവും പലയിടത്തും കണ്ടു. അത് സിനിമയിൽ ഉടനീളം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മ. അതിന് പാണിച്ച തിരക്കഥ തന്നെയായിരുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ ഒരു സിനിമ അല്ലെങ്കിൽ 2 സിനിമ പൊട്ടിക്കഴിഞ്ഞപ്പം മമ്മൂട്ടി എന്ന നടനേ ഇല്ലാതായി എന്ന അർത്ഥമില്ല. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഇത്രയും നാളും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആരാധകർ ഇത്രയും നാളും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും മോഹൻലാലിനെ പറ്റി റിവ്യൂ ചാനലുകളും മറ്റും ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഈ ഡീഗ്രേഡിങ് നേരിട്ട് പോലെ ഒരു മനുഷ്യനും ഡീഗ്രേഡ് നേരിട്ടില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് സ്വല്പം ഡീഗ്രേഡിങ് ഒരു സിനിമയുടെ പേര് നേരിട്ട് കഴിഞ്ഞപ്പം അയ്യോ ഞങ്ങളെ ഡീഗ്രേഡ് ചെയ്ത് കൊല്ലുന്നേ, മമ്മൂട്ടി ഇതുപോലുള്ള നടനെ എന്തിനിങ്ങനെ പറയുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലൊക്കെ എന്ത് പറയണമായിരുന്നു? അന്നേരവും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ മോഹൻലാലും വിശ്വസിച്ചൊരു കാര്യമുണ്ട്, എനിക്കെൻ്റെ പിള്ളേരുട്ര എന്ന്. അത് പ്രാവർത്തികമാകുന്ന കാര്യമാണ് പിന്നെ സംഭവിച്ചത്. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം വരുന്നു, കോടികൾ ഇറക്കുന്നു, കോടികൾ മാറുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇപ്പോഴും ഇന്ത്യയിലെ സീനിയർ താരങ്ങളിൽ 3 പേര് മാത്രമേ ഉള്ളൂ 250 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ 3 താരങ്ങൾ. അതിലൊന്ന് നമ്മുടെ ലാലേട്ടനാണ് എന്നറിയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മറ്റൊന്ന് രജനീകാന്തും പിന്നെ കമൽഹാസനും ഒക്കെയാണ്. എത്രയോ നടന്മാരുണ്ട്. നമ്മുടെ അമിതാഭ് ബച്ചനുണ്ട്, ചിരഞ്ജീവിയുണ്ട്, അതുപോലെ മലയാളത്തിൽ മമ്മൂട്ടിയുണ്ട്. ഇവർക്ക് ആർക്കും പറ്റാത്ത ഒരു കാര്യം ഈ വയസ്സിലും അദ്ദേഹം സഹായിച്ചെന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ ചക്രവർത്തി രാജാവെന്ന് പറയുന്നത് എന്താ പറയുന്നത്? അല്ലെങ്കിൽ ഇത്രയും ചിത്രങ്ങൾ പരാജയപ്പെട്ടു എന്ന് കാണുമ്പോഴും ഇതുപോലെ ഒരു കാശ് മുടക്കി ഒരു മലയാള സിനിമ എടുക്കുവാനും അത് ഇത്രയും വലിയ വിജയമാക്കാനും അയാൾക്കുള്ള കഴിവ് സമ്മതിക്കുക, അതുമാത്രമേ പറയാനുള്ളൂ. ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ കഴിവ് സമ്മതിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നതേ ഉള്ളൂ. പലരും എന്നോട് പറയുന്നുണ്ട് വീഡിയോ ദീർഘമായി പോകുന്നു, ചേട്ടൻ വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കൂ, സ്പീഡ് കൂട്ടൂ എന്നൊക്കെ. എന്ത് ചെയ്യാനാ, നമ്മൾ ഏതെങ്കിലും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാണല്ലോ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം. അല്ലാതെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു മമ്മൂട്ടിയോട് എനിക്ക് പ്രത്യേക വിരോധമൊന്നുമില്ല. പക്ഷേ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന കുറച്ച് ഞാഞ്ഞൂലുകളുണ്ട്. അവരോട് ഞാൻ പറയുന്നത് ഏത് മനുഷ്യനും പരാജയവും വിജയമൊക്കെ ഉണ്ടാകും, അത് അവസാനമാകുന്നില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.